ക്യാപ്റ്റൻ രഘുനാഥ് മരണക്കിടക്കയിൽ കിടക്കുകയാണ്. തൻ്റെ ബന്ധുമിത്രാദികളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമെല്ലാം അവിടെ വന്നിട്ടുണ്ട്. മണിക്കൂറുകളായി അദ്ദേഹം സംസാരിച്ചിട്ട് തൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ വന്നിട്ട് പോലും അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എന്തിനെയോ അദ്ദേഹം കാത്തിരിക്കുന്നത് പോലെ അവർക്കെല്ലാം തോന്നി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം തൻ്റെ ആളുകളെല്ലാം എത്തിയെന്ന് രഘുനാഥന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം സംസാരിക്കുവാൻ ആരംഭിച്ചു. അന്ന് ഞാൻ ഒരു യുദ്ധോപകരണ കപ്പലിൻ്റെ ക്യാപ്റ്റനായിരുന്നു. പണത്തിനാവശ്യം വന്നപ്പോൾ ശത്രു രാജ്യത്ത് നിന്ന് വന്ന ഒരു ഓഫർ ഞാൻ സ്വീകരിക്കുകയുണ്ടായി. കപ്പലിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന ഒരു മുറിയെങ്കിലും കത്തിക്കുവാനായിരുന്നു അവരുടെ നിർദ്ദേശം. പ്രതിഫലമായ കിലോ കണക്കിന് സ്വർണം നേരത്തെ തന്നെ ഞാൻ കൈപ്പറ്റിയിരുന്നു. അങ്ങനെ ആരും അറിയാതെ ഞാനത് ചെയ്തു. എൻ്റെ ഭാഗ്യം കെട്ട ഒരു സമയമായിരുന്നു അത്. കപ്പലിലെ 2 ജോലിക്കാർ ആ കാഴ്ച കണ്ടു. അങ്ങനെ അവരെന്നെ വധിക്കുവാൻ തീരുമാനിച്ചു. മരണം ആദ്യമായി എൻ്റെ മുന്നിലേക്ക് വന്ന സമയം. എന്നാൽ അന്ന് രാത്രി അവരെന്നെ വധിച്ചില്ല. പകൽ വെളിച്ചത്തിൽ വധിക്കാമെന്നവർ തീരുമാനിച്ചു. പക്ഷേ എനിക്ക് മരിക്കുവാൻ സമയമായിട്ടുണ്ടായിരുന്നില്ല. രാത്രിയിൽ എനിക്ക് കൂട്ടുനിന്ന ജോലിക്കാരനെ ഒരു കപട വാഗ്ദാനത്തിൽ ഞാൻ വീഴ്ത്തി. കെട്ടഴിച്ചപ്പോൾ എൻ്റെ വിവാഹമോതിരവും ഞാൻ അവന് സമ്മാനമായി നൽകി. വഞ്ചി കപ്പലിൻ്റെ കൺവെട്ടത്ത് നിന്ന് മാറിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. വഞ്ചിയിൽ കുടിവെള്ളം പോലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ദിശയറിയാതെ എങ്ങോട്ടോ ഞാൻ അലഞ്ഞു. ഞാൻ കണ്ണു തുറക്കുമ്പോൾ കുറച്ച് ഗോത്രവർഗക്കാരായിരുന്നു എൻ്റെ മുൻപിൽ. ഞാൻ ചുറ്റിലും നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരെൻ്റെ കണ്ണു മൂടിക്കെട്ടി. അവിടെ നിന്നും എന്നെയും കൊണ്ടവർ നടക്കുവാൻ ആരംഭിച്ചു. ഒരു കാട്ടിലൂടെയാണ് നടക്കുന്നതെന്ന് ശബ്ദത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. ഇടയ്ക്ക് ഒരരുവിയിൽ നിന്നും അവരെനിക്ക് വെള്ളം കുടിക്കുവാനായി തന്നു. എവിടെയായാലും ജീവനുണ്ടല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു ഞാൻ. കുറേ സമയം ഞങ്ങൾ നടന്നു. കാടിൻ്റെ ശബ്ദം പതിയെ ഇല്ലാതെയായി വന്നു. അവരെൻ്റെ കണ്ണിലെ കെട്ടഴിച്ചു. എനിക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഞാൻ ഇതുവരെയും കാണാത്ത ഒരു പ്രത്യേകതരം നഗരം. അവിടുത്തെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കുമെല്ലാം മഞ്ഞ നിറം. തെരുവു വീഥികൾക്കും ഇതേ മഞ്ഞ നിറം. അവിടുത്തെ പടുകൂറ്റൻ പ്രതിമയ്ക്കും മഞ്ഞ നിറം. കുടിക്കുവാനായി തന്ന മഞ്ഞ ഗ്ലാസ് എടുത്ത് പിടിച്ചപ്പോഴാണ് അത് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അവിടെ മഞ്ഞ നിറത്തിൽ കാണുന്നതെല്ലാം സാക്ഷാൽ സ്വർണമാണ്. അവിടുത്തെ ജയിലിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് അങ്ങകലെ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെ അവസാനം അവിടുത്തെ സ്വർണ്ണ അഴിക്കുള്ളിൽ ഞാൻ അകപ്പെട്ടു. ദിവസങ്ങൾ മുൻപോട്ട് പോകുവാൻ തുടങ്ങി. പഴയ ഓർമ്മകൾ അയവറക്കൽ മാത്രമായിരുന്നു അവിടുത്തെ എൻ്റെ പകൽ വിനോദം. ജയിൽ ചാടുവാൻ 1-2 തവണ ശ്രമിച്ചെങ്കിലും ശ്രമം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇവർക്കെങ്ങനെ ഇത്രയും സ്വർണം ലഭിച്ചു എന്ന സംശയം രാത്രിയിലെ എൻ്റെ ഉറക്കം കെടുത്തുന്നുണ്ടായിരുന്നു. ഏകദേശം 10 ദിവസത്തിനു ശേഷം ഒരാൾ ജയിലിലേക്ക് വന്നു. അഴികൾ തുറന്നു. ശേഷം എനിക്ക് ഉടുക്കുവാൻ ഒരു വസ്ത്രം അയാൾ തന്നു. ഒരു പ്രത്യേകതരം വസ്ത്രം. അതിലും സ്വർണത്തിന്റെ സാന്നിധ്യമുണ്ട്. ശേഷം ജയിലിന് പുറത്തേക്ക് ഞാൻ വന്നു. ഞാൻ കാണുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വലിയ ഒരു കൂട്ടം ആളുകൾ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അവിടെ നിന്നും വലിയ ഒരു പരവതാനി മുൻപോട്ട് വിരിച്ചിരിക്കുന്നു. ജനങ്ങളെല്ലാം എന്നെ നോക്കി ആർപ്പു വിളിക്കുന്നു. ചിലർ എന്നെ നോക്കി ആനന്ദ കണ്ണീർ പോലും ചൊരിയുന്നു. പെട്ടെന്നാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഞാൻ പോലും അറിയാതെ എൻ്റെ കൈ ജനങ്ങൾക്ക് നേരെ വീശുന്നുണ്ടായിരുന്നു. ആ കാഴ്ചയിൽ പരവതാനിയുടെ അവസാനം ഞാൻ എത്തി. ഒരു സിംഹാസനമായിരുന്നു അതിൻ്റെ അറ്റത്തുണ്ടായിരുന്നത്. ഞാൻ ആ സിംഹാസനത്തിലിരുന്നു. അതിലിരുന്നപ്പോഴാണ് അവിടുത്തെ പ്രതിമയുടെ പൂർണ്ണ രൂപം എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അത് ഞാൻ തന്നെയായിരുന്നു. കണ്ണ് തുറന്നപ്പോൾ ഞാൻ ആ ആർഭാടമായ മുറിയിൽ തന്നെയാണ്. പകൽ നടന്നതൊന്നും തന്നെ സ്വപ്നമല്ല. അതിൻ്റെ ആഘാതം ഇപ്പോഴും എന്നെ വിട്ടു മാറിയിട്ടില്ല. നാളെ രാവിലെ ആരോടെങ്കിലും സത്യാവസ്ഥ തുറന്നു പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു. അവരുദ്ദേശിക്കുന്ന ആള് ഞാനല്ല എന്ന് എങ്ങനെയെങ്കിലും അവരെ ബോധിപ്പിക്കണം. പക്ഷേ അപ്പോഴാണ് എന്നെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം എൻ്റെ മനസ്സിൽ വന്നത്. എങ്ങനെ ഞാനിത് അവരോട് പറയും?
അവരുടെ ഭാഷയിലെ ഒരു വാക്ക് പോലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയാണ് ഞാൻ എന്റെ അവസ്ഥ അവരോട് തുറന്നു പറയുന്നത്. എന്താണ് പോംവഴി എന്ന ആലോചന ഞാൻ തുടങ്ങി. പിറ്റേന്ന് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അത് സംഭവിച്ചത്. അവിടുത്തെ ഭാഷ പഠിപ്പിക്കുവാനായി എന്റെ അടുത്തൊരാൾ എത്തിയിരിക്കുന്നു. ഇതുതന്നെയാണ് എന്റെ വഴി എന്നെനിക്ക് തോന്നി. ആംഗ്യഭാഷയിലൂടെയാണ് അയാളത് പഠിപ്പിക്കുന്നത്. ഭാഷ കുറച്ച് പഠിച്ച ശേഷം അത് വെച്ച് അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. ദിനവും രാത്രിയും അയാൾ എന്നെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഒരു വിചിത്രമായ ഒരു ഭാഷയായിരുന്നു അത്. കുറേയധികം വാക്കുകൾ അതിലുണ്ടായിരുന്നില്ല. ഒരാളെ നന്നായി വഴക്ക് പറയാൻ പോലും ആ ഭാഷ കൊണ്ടാവില്ല. എനിക്കാകെ ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. പക്ഷെ വേറെ വഴിയില്ലാത്തതിനാൽ എന്റെ ഗതികേട് കൊണ്ട് മാത്രം ഞാനത് പഠിക്കുവാൻ തുടങ്ങി. ഏകദേശം 3 മാസത്തിനുള്ളിൽ ഞാൻ ആ ഭാഷ സംസാരിച്ചു തുടങ്ങി. ഇനി കൊട്ടാരത്തിലെ അംഗങ്ങളോട് ഞാൻ പോകുന്ന കാര്യം അവതരിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും അവരുടെ പ്രതികരണം? സത്യം അവർ മനസ്സിലാക്കിയാൽ തിരിച്ച് ഇവിടുത്തെ ജയിലിൽ തന്നെ പോകേണ്ടി വരുമോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളോടെ ഇത് ആദ്യം പറയാൻ പറ്റൂ. അതിനിപ്പോ ഒരാളെ കൊട്ടാരത്തിലുള്ളൂ. സിറിയസ് കൊട്ടാരത്തിലെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ ഉറങ്ങും, എപ്പോൾ ഉണരും, ഇതെല്ലാം അയാൾ നോക്കി വെച്ചിട്ടുണ്ട്. എന്റെ എല്ലാ ശീലങ്ങളും അയാൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വ്യത്യാസം നോക്കി എനിക്ക് ഏതൊക്കെ വിഭവങ്ങളാണ് ഇഷ്ടമുള്ളതെന്ന് അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, എന്നോട് എങ്ങനെ പെരുമാറണമെന്ന സിറിയസിന്റെ ക്ലാസ് എന്റെ അവിടുത്തെ സ്ഥിരം കാഴ്ചയായിരുന്നു. എന്റെ അമ്മ പോലും സിറിയസ് നോക്കുന്ന പോലെ എന്നെ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ദിവസം അയാളോട് കാര്യം പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴായിരുന്നു സിറിയസിന്റെ ഇങ്ങോട്ടുള്ള വരവ്. ആയുധാഭ്യാസം ആരംഭിക്കേണ്ട സമയമായി എന്നായിരുന്നു സന്ദേശം. എന്തിനാണ് എനിക്ക് ആയുധാഭ്യാസം എന്നതായിരുന്നു എന്റെ ചോദ്യം. അതിനുള്ള ഉത്തരം അയാൾ പറഞ്ഞില്ല. പകരം എന്നെ ഒരു മുറിയിലേക്ക് വലിച്ചുകൊണ്ടു പോകാൻ തുടങ്ങി. ചിതല് പിടിച്ച ഒരു മുറിയായിരുന്നു അത്. ആ മുറിയിൽ നിന്നും എന്തോ ഒന്ന് അയാൾ തിരയുവാൻ തുടങ്ങി. ഒരു പുസ്തകം അയാൾ അവിടെ നിന്ന് തപ്പിയെടുത്തു. ശേഷം പുസ്തകത്തിൽ ശക്തമായി എന്തോ അയാൾ പരതുവാൻ തുടങ്ങി. ഞാൻ പോകുന്ന കാര്യം സിറിയസിനോട് എങ്ങനെ പറയാമെന്ന് അതിന്റെ ഇടയിൽ ഞാൻ ആലോചിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് ആ ആലോചനയെ മുറിച്ചുകൊണ്ട് അയാൾ ആ പുസ്തകവുമായി എന്റെ അടുത്തെത്തി. ഒരു ചിത്രമായിരുന്നു അത്. ഒരു പ്രത്യേകതരം ഉപകരണത്തിന്റെ ചിത്രമാണത്. അതെന്താണെന്ന് വ്യക്തമായി സൈറസ് പറയുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന, എന്നാൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഇവിടെ നിന്നും നഷ്ടപ്പെട്ടു പോയ ഒരു ഉപകരണം എന്നാണ് അയാൾ പറഞ്ഞത്. ഇതൊക്കെ കേട്ട എന്നിലെ കൗതുകം ആ പേജ് വായിക്കുവാൻ തുടങ്ങി. വായിച്ചു തീർന്നപ്പോൾ എന്റെ ശരീരമാസകലം വിറയ്ക്കുവാൻ ആരംഭിച്ചു. ഇത്രയും നാൾ എന്റെ ഉറക്കം കെടുത്തിയ ഇവിടുത്തെ സ്വർണത്തിന്റെ രഹസ്യം ഇതാ എന്റെ മുൻപിൽ. ഏതൊരു ലോഹത്തെയും സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു മാന്ത്രിക ഉപകരണം. ഈ ഒരു ഉപകരണം കൊണ്ട് ഞാൻ പുറം ലോകത്ത് പോയാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? എനിക്ക് എങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയും? എത്ര സ്ഥലം എനിക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയും? എത്ര രാജ്യം എനിക്ക് വിലയ്ക്ക് വാങ്ങാൻ കഴിയും? കുറച്ചുനാൾ ഉറങ്ങിക്കിടന്നിരുന്ന എന്റെ ഉള്ളിലെ ആർത്തി ഉണർന്നു വന്നു. അത് തിരികെ നേടുന്നതിന്റെ ഭാഗമായി ആയിരുന്നു സിറിയസ് ആയുധാഭ്യാസം കൊണ്ട് എന്റെ പക്കലെത്തിയത്. കുറച്ചധികം നേരം കേട്ട വിവരത്തിന്റെ ആഘാതത്തിൽ ഞാൻ അവിടെ തന്നെയിരുന്നു. എനിക്കുടനടി അയാൾ വെള്ളം കൊണ്ടുതന്നു. വളരെയധികം വ്യഗ്രതയോടെ ഞാൻ ആ വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു. ശേഷം ഗ്ലാസ് തിരികെ കൊണ്ടുപോകാൻ അയാൾ ഇറങ്ങിയപ്പോൾ മുഖത്തെ വെള്ളം തുടച്ച് ഞാനൊരു കാര്യം ചോദിച്ചു. ആയുധാഭ്യാസം ഇപ്പോൾ തന്നെ തുടങ്ങാൻ പറ്റുമോ? ആയുധ പരിശീലനം ആരംഭിച്ചു. ഞാൻ ഉദ്ദേശിച്ചതിലും വളരെയധികം കഠിനമായിരുന്നു അത്. എന്നിരുന്നാലും എന്റെ ശരീരം പൂർണ്ണമായും ഞാൻ ആ പരിശീലനത്തിന് വിട്ടുകൊടുത്തു. പക്ഷേ മനസ്സ് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയായിരിക്കും ആ ഉപകരണം അവർക്ക് ലഭിച്ചത്? ആരായിരിക്കും അത് നിർമ്മിച്ചത്? എങ്ങനെയായിരിക്കും അത് നഷ്ടപ്പെട്ടത്? ഈ ചോദ്യങ്ങളിലായിരുന്നു മനസ്സ് കുരുങ്ങിക്കിടന്നിരുന്നത്. ഈ കുരു കഴിക്കാൻ ഒന്നിന് മാത്രമേ സാധിക്കൂ. അങ്ങനെ പരിശീലനത്തിന്റെ ഇടവേളകളിൽ ഞാൻ ആ പുസ്തകത്തിലേക്ക് കുതിക്കുവാൻ തുടങ്ങി. വായിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ആ പുസ്തകം ആ ഉപകരണത്തെപ്പറ്റി മാത്രമായിരുന്നില്ല, അവരുടെ ആ സ്ഥലത്തെപ്പറ്റിയും കൂടിയായിരുന്നു. കുമരികണ്ഠം എന്ന അവരുടെ ലോകത്തെപ്പറ്റി. തരകേശ്വർ ആയിരുന്നു അന്നത്തെ അവരുടെ തമ്പുരാൻ. പ്രായമായതിനാൽ തന്റെ 2 മക്കളായിരുന്ന വിക്രാന്തനും ചക്രപാണിയുമായിരുന്നു രാജ്യകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. പുറമേ പരസ്പരം നല്ല സ്നേഹമായിരുന്നെങ്കിലും അവരുടെ ഉള്ളിൽ അങ്ങനെയായിരുന്നില്ല.
ഹിരണ്യപ്രഭയായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ജീവിത ലക്ഷ്യം. പാരമ്പര്യമായി കൈമാറി വന്നിരുന്ന ഒരു മാന്ത്രിക ഉപകരണമാണത്. ഏത് ലോഹത്തെയും സ്വർണമാക്കി മാറ്റാൻ കഴിയുമെന്ന സവിശേഷത ആ ഉപകരണത്തിനുണ്ട്. എന്നാൽ അതുമാത്രമായിരുന്നില്ല അതിന്റെ സവിശേഷത. അതീവ രഹസ്യമായ മറ്റൊരു സവിശേഷത കൂടി അതിനുണ്ട്. എന്നാൽ ആ രഹസ്യം അത് കൈവശം വന്നവർക്ക് മാത്രമേ അറിയൂ. വിക്രാന്തനും ചക്രപാണിയും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അച്ഛനെ സ്വാധീനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ അച്ഛനായ തരകേശ്വർ ഇത് ആർക്കു കൊടുക്കുമെന്ന ആശയക്കുഴപ്പത്തിൽ നിന്നും പുറത്തു വന്നിരുന്നില്ല. രണ്ടുപേരും അതിനർഹരാണെന്ന് അയാൾക്കറിയാമായിരുന്നു. ഭാവിയിൽ ഒരു മാറ്റവുമില്ലെങ്കിൽ മൂത്ത മകനായ ചക്രപാണിക്കത് നൽകാമെന്ന് അയാൾ കരുതിയിരുന്നു. അച്ഛന്റെ ആ തീരുമാനം ചക്രപാണിയും മുൻപേ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കാലങ്ങൾ മുൻപോട്ടുപോയി. തരകേശ്വറിന്റെ 2 മക്കളും വിവാഹിതരായി. പിന്നീട് വിക്രാനന്ദനൊരു കുട്ടി ജനിച്ചു. എന്നാൽ ചക്രപാണി പുത്രദുഃഖത്താൽ അലഞ്ഞു. ആ സമയത്ത് തരകേശ്വർ തന്റെ മരണക്കിടക്കയിൽ കിടക്കുകയായിരുന്നു. ഹിരണ്യപ്രഭ ആർക്കാണെന്നുകൂടി നിശ്ചയിക്കേണ്ട സമയമായിരുന്നു അത്. മക്കൾ 2 പേരും അതറിയുവാൻ അച്ഛനൊപ്പം തന്നെ പൂർണ്ണ സമയവും ചെലവിടുന്നുണ്ടായിരുന്നു. വിക്രാനന്ദൻ, കാരണം ഹിരണ്യപ്രഭ തലമുറകളായി കൈമാറേണ്ട ഒന്നാണ്. ഒരു തലമുറയിൽ സ്തംഭിച്ചു നിൽക്കാൻ പാടില്ല. മൂത്ത മകനായ ചക്രപാണിയുടെ ഉള്ളിൽ കടുത്ത അമർഷമുയർന്നു പൊങ്ങി. പക്ഷേ പുറമെ അയാളത് കാണിച്ചില്ല. ശേഷം തരകേശ്വർ മരണമടഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. തന്റെ വാർദ്ധക്യകാലത്തിന്റെ തുടക്കത്തിൽ ചക്രപാണിക്ക് 2 ഇരട്ടക്കുട്ടികൾ ജനിച്ചു. എന്നാൽ ഈ വിവരം ചക്രപാണി പുറം ലോകത്തെ അറിയിച്ചില്ല. ഹിരണ്യപ്രഭയുടെ യഥാർത്ഥ അവകാശികൾ എത്തിയെന്ന് സഹോദരൻ അറിഞ്ഞാൽ മക്കളുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്ന് അയാൾ കരുതി. അങ്ങനെ പുറം ലോകമറിയാതെ ചക്രപാണി അവരെ വളർത്തുവാൻ തുടങ്ങി. കാലം മുൻപോട്ടുപോയി. തന്റെ 2 മക്കളായ സുദർശനും സൂര്യഭാനുവും പൂർണ്ണമായും ഒരുങ്ങിയെന്ന് ചക്രപാണിക്ക് വിശ്വാസമായി. അങ്ങനെ അയാൾ വിക്രാനന്ദനോട് ഹിരണ്യപ്രഭ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും അതൊരു യുദ്ധപ്രഖ്യാപനത്തിന് വഴിവെച്ചു. അങ്ങനെ 2 സഹോദരന്മാർ തമ്മിലുള്ള യുദ്ധം അവിടെ ആരംഭിച്ചു. ചരിത്രത്തിൽ ആദ്യമായി കുമരികണ്ഠം ചുവക്കുവാൻ തുടങ്ങി. ചക്രപാണി തന്റെ 2 മക്കളെയും യുദ്ധക്കളത്തിലിറക്കി. അവർ 2 പേരും ചേർന്ന് വിക്രാനന്ദന്റെ തലയറുത്തു. ശേഷം അയാളുടെ 2 മക്കൾ രാജ്യം ഭരിക്കുവാൻ തുടങ്ങി. ചക്രപാണിയുടെ പോലെ ആയിരുന്നില്ല അയാളുടെ 2 മക്കൾ. അവരുടെ ഭരണം കുമരികണ്ഠം മാറ്റിമറിച്ചു. അന്ന് വരെ രാജകൊട്ടാരവും രാജവസ്തുക്കളുമാണ് സ്വർണമെങ്കിൽ ഇവർ വന്നതിനു ശേഷം അതിനൊരു മാറ്റമുണ്ടായി. രാജ്യത്തെ എല്ലാ കെട്ടിടങ്ങളും സ്വർണമായി, എല്ലാ വീടുകളും സ്വർണമായി. അത്രയും നാൾ ജനങ്ങൾ രാജാക്കന്മാരെയായിരുന്നു ആരാധിച്ചിരുന്നതെങ്കിൽ ഈ 2 രാജാക്കന്മാർ ജനങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. ജനങ്ങളുടെ ഏതൊരു പ്രശ്നത്തിന്റെയും പരിഹാരം തൽക്ഷണം അവർ കണ്ടെത്തി. അവിടുത്തെ ജനങ്ങൾ അവർ 2 പേരെയും സ്വന്തം മക്കളെപ്പോലെ സ്നേഹിക്കുവാനും ദൈവങ്ങളെപ്പോലെ ആരാധിക്കുവാനും തുടങ്ങി. കാലങ്ങൾ മുൻപോട്ടുപോയി. സുദർശനും സൂര്യഭാനുവും ജനങ്ങളുടെ പരാതി കേൾക്കുന്ന വേളയിലിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ജനങ്ങൾക്കിടയിൽ നിന്ന് വന്ന ഒരു അമ്പ് സുദർശന്റെ ശരീരത്തിൽ ആഴ്ന്നു കയറി. തൽക്ഷണം തന്നെ അയാളുടെ ജീവൻ പോയി. സൂര്യഭാനുവിന് അത് വിശ്വസിക്കുവാൻ പറ്റിയില്ല. കണ്ടുനിന്ന ജനങ്ങൾ ഞെട്ടി. നിശബ്ദതയുടെ ഒരു ഭീകരാന്തരീക്ഷം അവിടെ ആകെ പടർന്നു. ആ നിശബ്ദതയിലേക്ക് ഒരു കാലൊച്ച കയറി വരുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിലെ ഒരു ഭടനായിരുന്നു അത്. ചക്രപാണി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹിരണ്യപ്രഭയും നഷ്ടമായിരിക്കുന്നു. ചക്രപാണിയും അമ്പേറ്റ് തന്നെയാണ് മരിച്ചത്. മകനും അച്ഛനും ഏറ്റ അമ്പ് ഒന്നു തന്നെയായിരുന്നു. അതിൽ ഒരു പേരും കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു, അഗ്നിവേശൻ. മരിച്ചുപോയ വിക്രാനന്ദന്റെ ഒരേ ഒരു മകൻ. അച്ഛന്റെയും സഹോദരന്റെയും മരണം സൂര്യഭാനുവിനെ മാനസികമായി തളർത്തി. ജനങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ അയാൾ ഭയക്കുവാൻ ആരംഭിച്ചു. ജനങ്ങളുമായുള്ള പൊതുപരിപാടികളിൽ നിന്നും സൂര്യഭാനു ഒഴിഞ്ഞുമാറി. സദാസമയവും 3-4 ഭടന്മാർ സൂര്യഭാനുവിന്റെ സംരക്ഷണത്തിനായി നിന്നു. മര്യാദയ്ക്കൊന്ന് ഉറങ്ങാൻ കൂടി അയാൾക്ക് കഴിയാതെയായി. രാജ്യകാര്യങ്ങളിൽ ഒന്നും അയാൾ ഇടപെടാതെയായി. ഇതൊക്കെ കാണുന്ന ജനങ്ങളും കടുത്ത നിരാശയിലേക്ക് പോയി. രാജാവിനെ പഴയ പോലെ ആക്കുവാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നവർക്ക് തോന്നി. അങ്ങനെ രാജാവിനൊരൽപ്പം സന്തോഷം നൽകുവാൻ
നാട്ടുകാരൊരു സമ്മാനം രാജാവിന് നൽകി. ജനങ്ങളുമായുള്ള സമ്പർക്ക പരിപാടികളെല്ലാം പുനരാരംഭിച്ചു. അയാൾ പഴയതുപോലെ സന്തോഷവാനായി കാണപ്പെട്ടു. പക്ഷേ ഒരു ചോദ്യം അയാളുടെ മനസ്സിൽ കല്ലുപോലെ കടന്നു. ശത്രുവിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരും? പുറത്തു കൊണ്ടുവരാതെ ഹിരണ്യപ്രഭ എങ്ങനെ തിരികെ ലഭിക്കും? പക്ഷേ സൂര്യഭാനു ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അതവിടെ സംഭവിച്ചത്. ഒരമ്പ് സൂര്യഭാനുവിനെ കീഴ്പ്പെടുത്തി. ജീവൻ നഷ്ടപ്പെട്ടില്ല. പക്ഷേ സൂര്യഭാനുവിന്റെ ധൈര്യവും പൗരുഷവും പ്രൗഢിയും എന്നുവേണ്ട സർവ്വതും നഷ്ടപ്പെട്ടു. അതിനുശേഷം നാട്ടുകാരെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത ജനങ്ങൾക്കിടയിൽ പടർന്നത്. സൂര്യഭാനു കുമരികണ്ഠം ഉപേക്ഷിച്ചിരിക്കുന്നു. ഭയം കാരണം ഒളിച്ചോടിയിരിക്കുന്നു. വലിയൊരു ആഘാതമായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് ആ വാർത്ത. ജനങ്ങൾക്ക് വേണ്ടി ഒരു കുറിപ്പെഴുതി വെച്ചിട്ടാണ് സൂര്യഭാനു പോയത്. എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ കുമരികണ്ഠത്തേക്ക് തിരിച്ചു വരും. ഹിരണ്യപ്രഭ കൊട്ടാരത്തിൽ തിരിച്ചു വയ്ക്കും. അഗ്നിവേശന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അങ്ങനെ ഹിരണ്യപ്രഭയുടെ സാന്നിധ്യവും അഗ്നിവേശന്റെ മരണവും ജനങ്ങൾ സ്വപ്നം കാണുവാൻ തുടങ്ങി. സൂര്യഭാനുവിന്റെ തിരിച്ചുവരവിനായി കുമരികണ്ഠം കാത്തിരിക്കുവാൻ തുടങ്ങി. വായിച്ചു വായിച്ച് നേരം പുലർന്നതറിഞ്ഞില്ല. 140 വർഷങ്ങൾക്ക് മുൻപാണ് ഈ പുസ്തകം എഴുതിയതെന്ന കാര്യം എന്നെ ചെറുതായി ഒന്ന് ഞെട്ടിച്ചു. ഇതിലേതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് സാഹിത്യമെന്നെനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പുറത്ത് നല്ല ബഹളം കേൾക്കുന്നുണ്ട്. സിറിയസാണ് ആ കാര്യം എന്നോട് വന്ന് പറഞ്ഞത്. ഇന്ന് സൂര്യഭാനുവിന്റെ ജന്മദിനമാണ്. അയാളെ, അതായത് എന്നെ കാണുവാനാണ് ജനങ്ങൾ താഴെ എത്തിയിരിക്കുന്നത്. ബാൽക്കണിയിലെത്തി ഞാൻ അവർക്ക് നേരെ കൈവീശി. തിരിച്ചു പോകുവാൻ തിരിയുമ്പോഴാണ് ഞാൻ ആ ശബ്ദം കേട്ടത്. എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ ഞാൻ സിറിയസിനെ നോക്കി. സിറിയസിന് കാര്യം മനസ്സിലായി. അയാൾ ഓടി. ആയുധം എന്റെ കയ്യിൽ അയാൾ എത്തിച്ചു. ചുമരിൽ തറച്ച അമ്പ് ഞാൻ വലിച്ചൂരി. അത് കുത്തിയ ആംഗിൾ ഞാൻ മനസ്സിലാക്കി. അത് വെച്ച് അമ്പ് വന്ന ദിശയിലേക്ക് ഞാൻ ഉന്നം വെച്ചു. നാട്ടുകാരെല്ലാം അമ്പരന്നു. സിറിയസിന്റെ മുഖത്ത് ആദ്യമായി മറ്റൊരു ഭാവം ഞാൻ കണ്ടു. അവർക്കറിയില്ലല്ലോ അവരുടെ സൂര്യഭാനു ഇപ്പോഴുള്ളത് ഈ രഘുനാഥിന്റെ ശരീരത്തിലാണെന്ന്. ആദ്യ പ്രയോഗമായിട്ട് കൂടി എന്റെ ഉന്നം പിഴച്ചില്ല. നെഞ്ചിൽ തന്നെ തറച്ചു. ഉടൻ തന്നെ ഞാനും സിറിയസും ബാൽക്കണിയിൽ നിന്ന് താഴേക്കൂടി. ഉന്നം ശരിയായിരുന്നെങ്കിലും ഞാൻ കൊടുത്ത ബലം പിഴച്ചു. അമ്പേറ്റയാൾ മരിച്ചിരിക്കുന്നു. അഗ്നിവേശൻ വഴി മാത്രമേ ഹിരണ്യപ്രഭയിലേക്ക് എത്താൻ സാധിക്കൂ എന്നെനിക്കറിയാമായിരുന്നു. പക്ഷേ എങ്ങനെ ഇനി അത് സാധിക്കും? എങ്ങനെ അയാളുടെ ആളുകളെ കണ്ടെത്താൻ കഴിയും? ആ ചോദ്യം എന്റെ ഉറക്കം കെടുത്തി. പോംവഴിക്കായി ഞാൻ ആലോചന തുടങ്ങി. കൊട്ടാരത്തിലെ പുസ്തകങ്ങൾ നിരവധി ഞാൻ പരതി. പക്ഷേ ആ ഭ്രാന്തനെപ്പറ്റി ഒരു പുസ്തകത്തിലും പറയുന്നില്ല. എന്തായാലും എനിക്ക് പിന്മാറാൻ പറ്റുമോ? പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഹിരണ്യപ്രഭ ഉണ്ടാകുമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പിറ്റേന്ന് തന്നെ ഞാൻ സിറിയസിനെ വിളിച്ച് എൻ്റെ ആശയം പറഞ്ഞു. അങ്ങനെ ഹിരണ്യപ്രഭ എവിടെയാണെന്നറിയാനുള്ള പൂജ കൊട്ടാരത്തിൽ ആരംഭിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് കൂടി കാണുവാൻ കഴിയുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വലിയൊരു സൈന്യം തന്നെ ചുറ്റിലും നിരത്തിയിരുന്നു. പൂജ നടക്കുകയായിരുന്നെങ്കിലും സൈനികരുടെ കണ്ണ് ജനങ്ങളിലേക്കായിരുന്നു. കൊട്ടാരത്തിലെ നിരവധി ജോലിക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. റിസ്ക്കാണ് എടുക്കുന്നത്. പക്ഷേ എടുക്കാതെ വയ്യ. മുൻപോട്ട് പോകണമെങ്കിൽ ഇത് തന്നെയാണ് വഴി. ഞാൻ കാത്തിരുന്നു ആ വസ്തുവിൻ്റെ വരവിനായി. അങ്ങനെ അധികം വൈകാതെ തന്നെ അത് സംഭവിച്ചു. അമ്പ് ലക്ഷ്യസ്ഥാനത്തെത്തി. അന്ന് ഞാനൊരു ബ്രിട്ടീഷ് കപ്പലിലെ അസിസ്റ്റന്റ് ക്യാപ്റ്റനായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഭാഗത്ത് ഞങ്ങൾ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. 2 വഴിയാണ് ഞങ്ങളുടെ മുൻപിലുള്ളത്. ഒന്ന് എളുപ്പവഴിയും രണ്ടാമത്തേത് കറങ്ങിയുള്ള വഴിയും.
ഒന്നാമത്തെ വഴിയിലൂടെ പോകുവാൻ പറ്റിയാൽ നിരവധി ഇന്ധനവും സമയവും ഞങ്ങൾക്ക് ലാഭിക്കാം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ആ വഴിയിൽ പോർച്ചുഗീസ് സൈന്യമുണ്ടാകുമോ എന്നൊരു സംശയം. അവരുണ്ടേൽ അത് ഓരോരുത്തരുടെയും ജീവന് തന്നെ ആപത്താണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാപ്റ്റൻ സംശയത്തിൽ വീണു. ആ സമയത്താണ് ഒതുക്കത്തിൽ എൻ്റെ ഒരു ആശയം ഞാൻ ക്യാപ്റ്റനോട് പറയുന്നത്. എന്തോ ഭാഗ്യത്തിന് ക്യാപ്റ്റൻ അത് ബോധിച്ചു. അങ്ങനെ കപ്പലിലെ സേഫ്റ്റി ബോട്ടിൽ ഞാനിരുന്നു. മരണത്തിലേക്കാണ് പോകുന്നതെന്ന പേടിയുമുണ്ട്. പക്ഷെ പേടി നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നാമത്തെ വഴിയിലൂടെ ഞാൻ മുൻപോട്ട് പോയി. കപ്പലിലെ എല്ലാവരും ആ കാഴ്ച ഭയത്തോടെ ഉറ്റുനോക്കിയിരുന്നു. കപ്പലിലെ പാചകക്കാരൻ വരെ ആ കാഴ്ച കാണുവാൻ പുറത്തേക്കെത്തി. പതിയെ പതിയെ ബോട്ട് അവരുടെ കൺവട്ടത്ത് നിന്നകന്നു. കുറച്ച് സമയത്തിന് ശേഷം ബോട്ടിനെ ലക്ഷ്യമാക്കി വെടിയുണ്ടകൾ പാഞ്ഞു. അന്ന് ക്യാപ്റ്റനും ഞാനും എൻ്റെ ജീവനില്ലാത്ത അപരൻ ചിന്നിച്ചിതറുന്ന കാഴ്ച കണ്ടതുപോലെയാണ് ഇന്ന് ഞാനും സിറിയസും എൻ്റെ അപരനാമ്പേൽക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ അമ്പുവിട്ട ആളുടെ ചുറ്റും ഞങ്ങൾ കൂടി. പക്ഷേ എത്ര ചോദിച്ചിട്ടും അവൻ മറ്റുള്ള ആളുകളെപ്പറ്റി പറയുന്നുണ്ടായിരുന്നില്ല. മണിക്കൂറുകളോളം ആളുകൾ പല വിധത്തിൽ അവനോട് ചോദിച്ചു. അവൻ്റെ വായിൽ നിന്നും ഒന്നും വീണില്ല. ഒരു കാര്യമൊഴിച്ച് അഗ്നിവേശന്റെ ആർക്കും അറിയാത്ത ആ കഥ വേണമെങ്കിൽ അവൻ പറയാമെന്ന് പറഞ്ഞു. എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും പറഞ്ഞു. ഒരു പ്രത്യേകതരം കുട്ടിയായിരുന്നു അഗ്നിവേശൻ. ചെറുപ്പം മുതൽ തന്നെ പരമ്പരാഗതമായുള്ള ആയുധ പരിശീലനം ആ കുട്ടി ചെയ്തിരുന്നില്ല. ഇത് ശ്രദ്ധിച്ച അച്ഛൻ അതിശക്തമായ രീതിയിൽ ആ കുട്ടിയെ എതിർത്തു. എന്നാൽ അച്ഛന്റെ ആ ആജ്ഞയും കുട്ടി തെറ്റിച്ചു. അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നതായിരുന്നു അവന്റെ വിശ്വാസം. പരമ്പരാഗതമായ രീതികൾ പോലും സ്വന്തം ഇഷ്ടത്തിന് മാറ്റി എന്ന് അഗ്നിവേശൻ സ്വയം വിശ്വസിച്ചു. അമ്മയായിരുന്നു അച്ഛനെന്ന വൻമരത്തെ താങ്ങി നിർത്തിയിരുന്നതെന്ന കാര്യം ആ കുട്ടി ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. അമ്മയുടെ വാക്ക് എതിർക്കാൻ അച്ഛന് കഴിയില്ലായിരുന്നു. അച്ഛന് അമ്മയെ ചെറിയ ഭയമുണ്ടായിരുന്നു. അമ്മയായിരുന്നു ആ കുട്ടിയുടെ ഏക ആശ്വാസം. ഒരു പ്രത്യേകതരം ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. വൈകുന്നേരങ്ങളിൽ തന്റെ എല്ലാ അനുഭവങ്ങളും അമ്മയുമായി ചർച്ച ചെയ്യുന്ന ഒരു ശീലം അഗ്നിവേശനുണ്ടായിരുന്നു. പക്ഷേ വിചിത്രത എന്താണെന്ന് വെച്ചാൽ തന്റെ യൗവനപ്രായത്തിലും ആ ശീലം മാറ്റിയില്ല എന്നതാണ്. കാരണം അമ്മയെ അയാൾക്ക് ജീവനായിരുന്നു. ഒരു അർദ്ധരാത്രിയായിരുന്നു അത്. കൊട്ടാരത്തിലേക്ക് ഒരു ഭടൻ ഓടിക്കതച്ചു വന്നു. ശേഷം മണിയടിച്ച് എല്ലാവരെയും ഉണർത്തി. ശേഷം അയാളുടെ ആ വാർത്ത വിളംബരം ചെയ്തു. കൊട്ടാരത്തിലുള്ള എല്ലാവരെയും അത് ഞെട്ടിച്ചു. അമ്മ തലകറങ്ങി വീണു. ഉടൻ തന്നെ കൊട്ടാരത്തിലെ ജോലിക്കാരെല്ലാം ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടുവാൻ തുടങ്ങി. അഗ്നിവേശൻ അമ്മയെ വിളിച്ചുണർത്തി. അച്ഛനായ വിക്രാനന്ദൻ മരിച്ചത് അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. കുറെ സമയം ശൂന്യതയിലേക്ക് നോക്കിയവരിരുന്നു. അമ്മയെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത് അഗ്നിവേശൻ ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടാരം വിടുന്ന കാര്യം അമ്മയോട് പറയാൻ അയാൾ ഭയന്നു. പക്ഷേ ശത്രുക്കൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കൊട്ടാരത്തിലെത്തും. ഒരു വിധത്തിൽ ധൈര്യം സംഘടിപ്പിച്ച് അയാൾ അത് പറഞ്ഞു. അമ്മ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അമ്മ അനങ്ങുന്നില്ല. അഗ്നിവേശൻ അലറി വിളിക്കാൻ തുടങ്ങി. അമ്മ കേൾക്കുന്ന മട്ടില്ല. അഗ്നിവേശൻ ആകെ പേടിച്ചു. ഒച്ച വെച്ച് തളർന്ന് അയാൾ അവിടെയിരുന്നു. കുറച്ച് സമയത്തിനു ശേഷം അമ്മ സംസാരിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് ഇളയച്ചനെയും മക്കളെയും അവസാനിപ്പിക്കണം. അതും അഗ്നിവേശന്റെ കൈകൊണ്ട്. അഗ്നിവേശൻ ഉടൻ തന്നെ അമ്മയ്ക്ക് ആ വാക്കുകൊടുത്തു. ചെറിയച്ഛൻ്റെ മക്കളുടെയും അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. കുമരികണ്ഠത്ത് ഇനിയൊരു രാജാവ് വാഴില്ല. ഭരിക്കുവാൻ തുനിയുന്നവരുടെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. അവൻ വേഗം തന്നെ അമ്മയെ പുറത്തേക്ക് പോകാൻ വിളിച്ചു. എന്നാൽ അമ്മ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അഗ്നിവേശന് കാര്യം മനസ്സിലായില്ല. അമ്മ കുറച്ചുനേരം അവന്റെ കണ്ണിലേക്ക് തീവ്രമായി തന്നെ നോക്കി നിന്നു. ശേഷം ഒരു വിചിത്ര ആഗ്രഹം പറഞ്ഞു. അമ്മയുടെ ആഗ്രഹം അഗ്നിവേശന്റെ തല കറക്കി. അയാൾ അവിടെ ഇരുന്നു പോയി. ഇതുവരെ ആയുധം പോലും ഉപയോഗിക്കാത്ത അഗ്നിവേശൻ ശത്രുവിനെ അവസാനിപ്പിക്കുമെന്നതിൽ അമ്മയ്ക്ക് ഒരു ഉറപ്പ് വേണമായിരുന്നു. അഗ്നിവേശന്റെ ഉള്ളിൽ പക ആഴത്തിൽ തന്നെ നടേണ്ടിയിരുന്നു എന്ന് അമ്മയ്ക്ക് തോന്നി. അതായത് അഗ്നിവേശൻ ഈ സംഭവം ഒരിക്കലും മറക്കാൻ പാടില്ല. എന്നാൽ അതിനായി അമ്മ കണ്ടെത്തിയ ആഗ്രഹത്തിന് കൂട്ടുനിൽക്കാൻ അഗ്നിവേശൻ സമ്മതിച്ചില്ല.
ഇതിലും ഭേദം തന്നെ കൊല്ലുന്നതാണെന്നതായിരുന്നു അഗ്നിവേശന്റെ മറുപടി. നിരവധി തവണ അമ്മയോട് അയാൾ ഇത് നടക്കില്ല എന്ന് ആണയിട്ട് പറഞ്ഞു. അമ്മയിൽ നിന്ന് ഒരനക്കവുമില്ലാതെ വന്നപ്പോൾ അയാൾ അമ്മയുടെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. ശത്രുവിന്റെ കയ്യിൽ നിന്നും ഞാൻ മരിക്കണോ എന്ന് നീ തീരുമാനിക്കുന്നതായിരുന്നു അമ്മയുടെ മറുപടി. അങ്ങനെ വിറയ്ക്കുന്ന കൈയോടെ അഗ്നിവേശൻ ജീവിതത്തിൽ ആദ്യമായി ഒരായുധം കയ്യിലെടുത്തു. ശേഷം അമ്മയുടെ ആഗ്രഹപ്രകാരം അഗ്നിവേശൻ അമ്മയെ കൊന്നു. അമ്മ അഗ്നിവേശന്റെ ഉള്ളിൽ ഒരു തീപ്പൊരിയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചതെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു വിസ്ഫോടനമാണ് അയാളുടെ ഉള്ളിലുണ്ടായത്. കൊട്ടാരം വിടുമ്പോൾ അമ്മയ്ക്ക് നൽകിയ വാക്കായിരുന്നു അയാളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. കുമരികണ്ഠത്ത് ഇനിയൊരു രാജാവ് വാഴില്ല. ഭരിക്കാൻ തുനിയുന്നവരുടെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. അഗ്നിവേശൻ എത്തിപ്പെട്ടത് കൊട്ടാരത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ്. അങ്ങനെ അയാൾ അവരുടെ ഇടയിൽ ജീവിക്കാൻ ആരംഭിച്ചു. കൊട്ടാരത്തിൽ നിന്നും അധികം പുറത്തിറങ്ങാത്തതിനാൽ അയാളെ അവിടുത്തെ ജനങ്ങൾ ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല. പിന്നീട് അയാൾ ആ ഗ്രാമത്തിലെ ഒരാളെ പോയി കണ്ടു, രുദ്രവീർ. അയാൾക്കറിയാത്ത ആയുധമുറകൾ കുമരികണ്ഠത്തില്ല. അന്നത്തെ പേര് കേട്ട എല്ലാ യോദ്ധാക്കളെയും പഠിപ്പിച്ചത് രുദ്രവീറാണ്. അയാൾ ഒരു സാധാരണ ആയുധ പരിശീലകനായിരുന്നില്ല, ഒരു ഭ്രാന്തനായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ അയാൾ സാധാരണ പരിശീലകനെ പോലെ ആയിരുന്നുവെങ്കിലും കാലം ചെല്ലുന്തോറും അയാൾക്ക് ഈ പരിശീലനം ഒരു ലഹരിയായി മാറി. ശിഷ്യന്മാർക്കുള്ള ശിക്ഷ അതിക്രൂരമായി മാറുവാൻ തുടങ്ങി. രാവും പകലും നിർത്താതെ അവരെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ മനുഷ്യരാണെന്ന് അയാൾ മറന്നു. പതിയെ പതിയെ അയാളുടെ അടുത്ത് പുതിയ ശിഷ്യന്മാർ വരാതെയായി. ഇപ്പോൾ വർഷങ്ങളായി അയാൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ. അവിടേക്കാണ് അഗ്നിവേശൻ എത്തിയിരിക്കുന്നത്. അധികം ആലോചിക്കാതെ തന്നെ ആയുധ പരിശീലനം നൽകുവാൻ രുദ്രവീർ സമ്മതിച്ചു. അഗ്നിവേശന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ സമയം അവിടെ ആരംഭിച്ചു. ആ സമയത്തിന്റെ ഇടയ്ക്ക് തന്നെയാണ് അയാൾക്ക് ആ ചിന്തയും വന്നത്. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ചെറിയച്ഛനെയും മക്കളെയും അവസാനിപ്പിക്കുമെന്ന് മാത്രമല്ല, കുമരികണ്ഠത്ത് ഇനിയൊരു രാജാവ് വാഴില്ല. ഭരിക്കാൻ തുനിയുന്നവരുടെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും. തനിക്കൊറ്റയ്ക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒന്നല്ല അത്. തന്റെ മരണശേഷവും എങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് നിലനിർത്താമെന്ന് അയാൾ ആലോചിക്കുവാൻ തുടങ്ങി. തനിക്കൊരു സൈന്യത്തെ വേണമെന്ന് അയാൾക്ക് തോന്നി. രുദ്രവീർ വഴി അത് സാധ്യമാകുമെന്ന് അയാൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ അയാൾ രുദ്രവീറുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ശിഷ്യനെ രുദ്രവീറും സ്നേഹിച്ചു. തന്റെ കാര്യങ്ങൾ പറയുവാനുള്ള സാഹചര്യത്തിനായി അയാൾ ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ ആയുധ പരിശീലനത്തിന്റെ അവസാന നാളുകളിൽ അഗ്നിവേശൻ തന്റെ കഥ രുദ്രവീറിനോട് പറഞ്ഞു, തന്റെ കൂടെ നിൽക്കണമെന്നുള്ള അപേക്ഷയും. എന്നാൽ അഗ്നിവേശന്റെ ആ കണക്കുകൂട്ടൽ അവിടെ തെറ്റി. അപേക്ഷ കേട്ടതും അഗ്നിവേശനെ ആ വീട്ടിൽ നിന്ന് പോലും അയാൾ പുറത്താക്കി. എന്തൊക്കെ സംഭവിച്ചാലും കുമരികണ്ഠത്തിന്റെ രാജാവിന് നേരെ തിരിയില്ല എന്ന് രുദ്രവീർ തീർത്തു പറഞ്ഞു. അത് അയാൾക്കൊരാഘാതമായിരുന്നു. രുദ്രവീർ കൂടെ നിൽക്കുമെന്ന വിശ്വാസം അഗ്നിവേശനിലുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിലൂടെ ഒരു കാര്യം അയാൾക്ക് ബോധ്യമായി. രുദ്രവീറിനെ പോലെ തന്നെ നാട്ടുകാരും തന്നെ തന്റെ കൂടെ നിൽക്കില്ല എന്ന്. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ എന്ന് അയാൾ ഉറപ്പിച്ചു. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. അങ്ങനെ ഒരുപാട് ദിവസത്തെ ആലോചനയ്ക്ക് ശേഷം അഗ്നിവേശൻ ഒരു വിചിത്ര ആശയം ലഭിച്ചു. അയാൾ ഒരു വിവാഹം കഴിച്ചു. 1 വർഷത്തിനു ശേഷം തന്റെ സൈന്യത്തിലെ ആദ്യ യോദ്ധാവിനെ അയാൾ കണ്ടു. തന്റെ എല്ലാ മുറകളും അയാൾ ആ കുട്ടിയെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ചെറുപ്രായത്തിൽ തന്നെ തന്റെ ഉള്ളിലെ തീ അഗ്നിവേശൻ ആ കുട്ടിയിലേക്കും പകർന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ കുടുംബമായിരുന്നു. എന്നാൽ ഇരുട്ടിന്റെ മറവിൽ ആ വീട് രാജ്യത്തിനും രാജാവിനുമെതിരെയായിരുന്നു. ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷം തന്റെ മകൻ എന്തിനും പോന്ന ഒരു യോദ്ധാവായി എന്ന് അഗ്നിവേശന് മനസ്സിലായി. അങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത വാക്കിലെ ആദ്യത്തെ കാര്യം അവർ രണ്ടുപേരും കൂടി പൂർത്തിയാക്കി. കൊട്ടാരത്തിലെ ഹിരണ്യപ്രഭയും ആ വേളയിൽ അഗ്നിവേശൻ കൈക്കലാക്കി. പിന്നീട് താൻ കൊളുത്തിവിട്ട ആ തീ അഗ്നിവേശന്റെ വരും തലമുറകൾ കെടാതെ സൂക്ഷിച്ചു. അതിലൊരാളാണ് ഈ ഞാനും. അഗ്നിവേശന്റെ കഥ
ഒരേ സമയം പേടിയും കൗതുകവും എന്നിലുണ്ടാക്കി. പക്ഷേ ഞാൻ അന്വേഷിച്ചത് മാത്രം എനിക്ക് കിട്ടിയില്ല. ഹിരണ്യപ്രഭ അഗ്നിവേശൻ എന്തു ചെയ്തു? ആ കാര്യം എന്നെ ചെറുതായി ഒന്ന് ഭയപ്പെടുത്തി. ഞാൻ ഉടനടി കൊട്ടാരത്തിലെ പുസ്തകങ്ങൾ ഒന്നുകൂടി വായിക്കാൻ തുടങ്ങി. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുമെന്ന് എനിക്ക് തോന്നി. ദിവസങ്ങളോളം പുസ്തകങ്ങളുടെ ഇടയിൽ ഞാൻ കഴിഞ്ഞു. പുതിയ ഒരു വിവരവും എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ മറന്നുപോയ അതും പ്രധാനപ്പെട്ട ഒരു വിവരം എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഏത് ലോഹത്തെയും സ്വർണമാക്കി മാറ്റാൻ കഴിയുമെന്ന സവിശേഷത ആ ഉപകരണത്തിനുണ്ട്. എന്നാൽ അതുമാത്രമായിരുന്നില്ല അതിൻ്റെ സവിശേഷത. അതീവ രഹസ്യമായ മറ്റൊരു സവിശേഷത കൂടി അതിനുണ്ട്. എന്നാൽ ആ രഹസ്യം അത് കൈവശം വന്നവർക്ക് മാത്രമേ അറിയൂ. അതറിഞ്ഞാൽ അഗ്നിവേശൻ എന്ത് സംഭവിച്ചു എന്ന് ചിലപ്പോൾ അറിയാൻ സാധിക്കും. അതിലൂടെ ഹിരണ്യപ്രഭയിലേക്കും എത്താൻ സാധിക്കും. ഞാൻ തീവ്രമായ ആലോചനയിൽ മുഴുകി. അന്ന് രാത്രി ഞാൻ സിറിയസിനെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി കൊട്ടാരത്തിലെ അഗ്നിവേശന്റെ അമ്മയുടെ മുറി സന്ദർശിച്ചു. അഗ്നിവേശൻ തന്റെ അമ്മയെ കൊന്ന മുറി. ആ മുറിയിൽ ഞാൻ ഇരുന്നു. എന്റെ ആലോചന ആ മുറിയിൽ നിന്നും തുടർന്നു. കുറച്ച് സമയത്തിന് ശേഷമാണ് എനിക്ക് ആ ചിന്ത വന്നത്. അന്ന് രാത്രി ഏതു വഴിയായിരിക്കും അഗ്നിവേശൻ കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ടത്? ആകെ 2 വഴിയിലൂടെ കൊട്ടാരത്തിലേക്ക് കടക്കാൻ പറ്റൂ. എന്തായാലും പ്രധാന വഴിയിലൂടെ അയാൾ പോകില്ല. കാരണം ശത്രുക്കൾ ആ വഴിയെ മാത്രമേ വരൂ. പിന്നെയുള്ളത് കൊട്ടാരത്തിന്റെ പിറകുവശം വഴിയാണ്. ഞാൻ എന്റെ ആശയം എപ്പോഴത്തെയും പോലെ സിറിയസിനോട് പറഞ്ഞു. ആദ്യം അയാളൊന്ന് മടിച്ചെങ്കിലും എന്റെ നിർബന്ധത്തിന് വഴങ്ങി അയാൾ സമ്മതിച്ചു. അങ്ങനെ ഞാൻ കൊട്ടാരത്തിലെ സാധാരണ ഒരു ഭടന്റെ വേഷം ധരിച്ചു. ശേഷം അഗ്നിവേശൻ അന്ന് ഓടിയ വഴിയിലൂടെ ഞങ്ങൾ നടക്കാൻ തുടങ്ങി. വിജനമായ ഒരു വഴിയായിരുന്നു അത്. ആ വഴി ഞങ്ങളെ എത്തിച്ചത് ഒരു കൊടുങ്കാട്ടിലേക്കാണ്. സിറിയസും ഞാനും മുഖാമുഖം ഒന്ന് നോക്കി. ഞങ്ങൾ ആ കാട്ടിലേക്ക് കയറി. ആദ്യമൊക്കെ സംസാരിച്ചാണ് നടന്നതെങ്കിലും പിന്നീട് ക്ഷീണം കാരണം ഞങ്ങളുടെ സംസാരം നിന്നു. പക്ഷെ സംസാരം നിന്നപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഇതുവരെ ഞാൻ കേൾക്കാത്ത ജീവികളുടെ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ ഭയം കൂടി വന്നു. സിറിയസ് ഉള്ള ഒരൊറ്റ ഉറപ്പിലാണ് ഞാൻ ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. ആ ധൈര്യത്തിൽ ഞാൻ വീണ്ടും മുൻപോട്ട് നടന്നു. മണിക്കൂറുകളോളം ആ കൊടുങ്കാട്ടിലൂടെ ഞങ്ങൾ നടന്നു. ഞാൻ പൂർണ്ണമായും ക്ഷീണിച്ചു. ഇനി നടക്കാൻ വയ്യ എന്ന അവസ്ഥയിൽ ഞാൻ എത്തി. ഞാൻ താഴെയിരുന്നു. വെള്ളം വാങ്ങാനായി തിരിഞ്ഞപ്പോഴാണ് ഞാൻ അത് കണ്ടത്. എനിക്ക് തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടു. സിറിയസ് അവിടെയില്ല. ഞാൻ ഉറക്കെ അലറി വിളിക്കാൻ തുടങ്ങി. ഒരു മറുപടിയും ലഭിച്ചില്ല. ഭയം കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് ദിശയറിയാതെ ഓടുവാൻ ആരംഭിച്ചു. ഞാൻ ഓടുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം എൻ്റെ ചെവിട്ടിൽ മൂളാൻ തുടങ്ങി. കുമരികണ്ഠത്ത് ഇനിയൊരു രാജാവ് വാഴില്ല. ഭരിക്കാൻ തുനിയുന്നവരുടെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. ബോധം വന്നപ്പോൾ സിറിയസിനെയാണ് ഞാൻ ആദ്യം കണ്ടത്. ആ കാടിന് ശേഷമുള്ള ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഗ്രാമത്തിലെ ആരും തന്നെ ഞങ്ങളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കുറച്ച് സമയത്തിനു ശേഷം ആളുകളുടെ തിരക്കൊഴിഞ്ഞു. അപ്പോഴാണ് സിറിയസ് എൻ്റെ കയ്യിലേക്കൊരു സാധനം വെച്ച് തന്നത്. അഗ്നിവേശൻ താമസിച്ച ഗ്രാമത്തിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അഗ്നിവേശന്റെ പട ഇവിടെയാണുള്ളത്. എനിക്ക് ചെറുതായി ഒരു ഭയം തോന്നി. ഞാൻ ആരാണെന്ന് മനസ്സിലായാൽ എൻ്റെ തല അവർ അറക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ബലത്തിൽ സ്വൽപ്പം ധൈര്യം സംഭരിച്ച് ഞാൻ അവിടെയിരുന്നു. കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിയ 2 ഭടന്മാരായിരുന്നു അവരുടെ മുൻപിൽ ഞങ്ങൾ. 2 ദിവസം അവിടെ താമസിക്കാൻ അവർ ഞങ്ങൾക്ക് അനുവാദം തന്നു. കുറച്ച് സമയത്തിന് ശേഷമാണ് ഞങ്ങൾ 2 പേരും അത് ശ്രദ്ധിച്ചത്. അവിടെ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനു ചുറ്റുമായി ശക്തമായ കാവലും. യോദ്ധാക്കളിൽ മുതിർന്നവർ അവിടേക്ക് പോകുന്നുണ്ട്. ആരാണ് അതിനകത്തുള്ളതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഞാൻ സിറിയസിനോട് അത് അന്വേഷിക്കുവാൻ ആജ്ഞാപിച്ചു. സിറിയസിന്റെ അഭിപ്രായത്തിൽ പ്രായമായ ഒരാളാണ് അതിനകത്ത്. പക്ഷേ എന്നാലും അന്വേഷണം അയാൾ തുടർന്നു. ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ഈ പ്ലാൻ വെറുതെ ആയോ എന്ന ചിന്തയായിരുന്നു മനസ്സ് നിറയെ. പിറ്റേ ദിവസം അവിടെ നിന്നും പോകാനുള്ള സമയമായിരുന്നു. സിറിയസിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ ആ സമയം
അവിടുത്തെ പ്രായമായ ആളുകളോട് യാത്ര പറയാൻ തുടങ്ങി. അതിനിടയിലാണ് ആ കാഴ്ച ഞാൻ കണ്ടത്. സിറിയസ് ഓടിക്കതച്ച് എന്റെ നേരെ വരുന്നു. അയാൾ ഉടൻ തന്നെ എന്നെ അവിടെ നിന്നും മാറ്റി സംസാരിക്കാൻ തുടങ്ങി. നാം പോകുവാൻ സമയമായിട്ടില്ല. ആ ഗുഹയ്ക്കകത്ത് ഹിരണ്യപ്രഭയാണ്. എന്റെ ശരീരമാസകലം വിറച്ചു. അങ്ങനെ അവസാനം അവിടെ തന്നെ ഞാൻ എത്തിയിരിക്കുന്നു. പക്ഷേ എന്തു പറഞ്ഞിവിടെ നിൽക്കുമിനി? അതായിരുന്നു അടുത്ത പ്രശ്നം. പെട്ടെന്നായിരുന്നു ഒരാശയം എന്റെ തലയിൽ കയറിയത്. എന്നെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല അല്ലേ? ഞാനാണ് നിങ്ങളുടെ ശത്രു, കുമരികണ്ഠത്തിന്റെ രാജാവ്. എന്തിനാണ് ഞാനത് പറഞ്ഞതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. ഞങ്ങൾ രണ്ടുപേരെയും അവർ കൊന്നില്ല, ഒരു മുറിയിൽ കെട്ടിയിട്ടു. അവർ പൂർണ്ണമായും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചിരുന്നില്ല. ഉറപ്പുവരുത്തിയിട്ട് കൊല്ലാം എന്നവർ വിചാരിച്ചു കാണും. അന്നാണ് സിറിയസ് അമർഷത്തോടെ എന്നെ ആദ്യമായി നോക്കിയത്. രാത്രിയായപ്പോൾ അവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന ആലോചനയിൽ സിറിയസ് മുഴുകിയിരിക്കുകയായിരുന്നു. ഞാൻ ആ ഗുഹയിലേക്ക് നോക്കിയിരിപ്പായി. ഈ കഴിഞ്ഞ രാത്രികളിലെ എന്റെ ഉറക്കം കെടുത്തിയ എന്റെ സ്വപ്നം അതാ കൺമുന്നിലെത്തിയിരിക്കുന്നു. പക്ഷേ അത് കൈവശമാക്കുവാൻ ഇനി ജീവനോടുണ്ടാകുമോ എന്ന് പോലും അറിയില്ല. അന്ന് രാത്രി ഞാൻ എന്റെ കുട്ടിക്കാലത്തേക്കൊന്ന് പോയി. ഒരു വലിയ ആക്സിഡന്റിലാണ് എന്റെ കുട്ടിക്കാലം തുടങ്ങുന്നത്. അതിനു മുൻപ് നടന്നതെല്ലാം ഞാൻ ആ ആക്സിഡന്റിൽ മറന്നുപോയിരുന്നു. എന്റെ പേര് പോലും. പതിവ് കുട്ടികളെപ്പോലെ അധികം കളിയും ചിരിയും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ആരുമായും എനിക്കത്ര ആത്മബന്ധമുണ്ടായിരുന്നില്ല. അമ്മയുടെ അടുത്ത് പോലും ഞാൻ ഒരകലം പാലിച്ചിരുന്നു. ഞാൻ ഇവിടെ ജീവിക്കേണ്ടവനല്ല എന്ന ഒരു പ്രത്യേക ചിന്ത എന്നെ ആ പ്രായത്തിൽ തന്നെ കടന്നു പിടിച്ചിരുന്നു. കടലായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏക നിറം. കടലിൽ നോക്കിയിരുന്നാൽ ഞാൻ എന്നെ തന്നെ മറക്കുമായിരുന്നു. ഒഴിവു സമയങ്ങളിലെല്ലാം കടലായിരുന്നു എൻ്റെ വിനോദം. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ക്യാപ്റ്റൻ ആവാൻ തീരുമാനിച്ചത്. ക്യാപ്റ്റനായതിനു ശേഷം എൻ്റെ ഏറ്റവും വലിയ ആനന്ദം കടലിൽ പുതിയ റൂട്ടുകൾ കണ്ടെത്തുക എന്നതായിരുന്നു. പക്ഷേ ഇത്ര വർഷങ്ങളായിട്ടും ഞാൻ ഇതുവരെയും എന്നോടിത് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു ഞാൻ കടലിനെ ജീവന് തുല്യം സ്നേഹിച്ചത്? എന്തുകൊണ്ടായിരുന്നു കടലിൽ പുതിയ റൂട്ടുകൾ കണ്ടെത്തിയിരുന്നത്? ദേഹത്ത് നനവ് അനുഭവപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. പുറത്ത് ജനങ്ങൾ ജീവനും കൊണ്ട് എങ്ങോട്ടോ ഓടുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ പരസ്പരം നോക്കി. ഇരിക്കുന്ന സ്ഥലത്തിന്റെ അനക്കം അപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. കുമരികണ്ഠം കടലിൽ മുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ കെട്ടഴിക്കാനായി അലറി വിളിക്കുവാൻ തുടങ്ങി. നാട്ടുകാരിൽ ഏതോ ഒരു സ്ത്രീ എന്റെ കെട്ടഴിച്ചു തന്നു. ഞാൻ ഉടൻ തന്നെ ആ ഗുഹ ലക്ഷ്യമാക്കി ഓടി. ഗുഹയിലേക്ക് കയറുന്നതിന് മുൻപാണ് ഞാൻ അതാലോചിച്ചത്. സിറിയസ്? ഞാൻ ആ വെപ്രാളത്തിൽ തന്നെ സിറിയസിന്റെ കെട്ടഴിച്ചു. ശേഷം ഗുഹ ലക്ഷ്യം വെച്ചു. വെള്ളം കയറി കയറി വരുന്നുണ്ടായിരുന്നു. ജീവൻ രക്ഷപ്പെടുമോ എന്നറിയില്ല. എന്തായാലും രക്ഷപ്പെടുകയാണെങ്കിൽ കയ്യിൽ ഹിരണ്യപ്രഭ വേണമെന്നെനിക്ക് തോന്നി. ഗുഹയ്ക്കകത്തേക്ക് ഞാൻ കയറി. തിരിഞ്ഞു നോക്കിയപ്പോൾ സിറിയസ് എന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മുൻപോട്ടോടി. ഗുഹ കുറച്ചാഴമുള്ളതായിരുന്നു. കുറച്ച് സമയത്തെ ഓട്ടത്തിന് ശേഷം ഞാനത് കണ്ടു. പക്ഷേ ഞാൻ കാണാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. വെള്ളം. നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഞാൻ എന്നിട്ടും നീന്തി നീന്തി ഹിരണ്യപ്രഭയുടെ അടുത്തെത്തി. ഞാനതിനെ ആദ്യമായി സ്പർശിച്ചു. പക്ഷെ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നുമായിരുന്നില്ല. ഹിരണ്യപ്രഭയ്ക്ക് രണ്ടാമതൊരു ശക്തിയുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ശക്തിയിൽ മതിമറന്നുപോയ ഞാൻ അത് അന്വേഷിക്കുവാൻ മറന്നുപോയിരുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു ശക്തിയായിരുന്നില്ല, ഒരു ശാപമായിരുന്നു. ഹിരണ്യപ്രഭ കൈവശം വെച്ച് മരിക്കുന്ന ആള് അതേ ഓർമ്മകളോടെ തന്നെ വീണ്ടും പുനർജനിക്കും. അയാളുടെ കയ്യിൽ ഹിരണ്യപ്രഭ വന്ന് ചേരുകയും ചെയ്യും. ഹിരണ്യപ്രഭ സ്പർശിച്ചപ്പോൾ എന്തോ ഒന്ന് എൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. എൻ്റെ ബോധം പൂർണ്ണമായും പോയി. ഏതോ ഒരു ലോകത്തേക്ക് ഞാൻ പോയി. ജീവിതത്തിൽ ആദ്യമായി ആക്സിഡന്റിന് മുൻപുള്ള ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു.
രഘുനാഥ് എന്ന എൻ്റെ പേര് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. എന്നെ ആ പേര് വിളിക്കണ്ട എന്ന് ഞാൻ എപ്പോഴും അന്ന് അവരോട് പറഞ്ഞിരുന്നു. കൂട്ടുകാർക്കെല്ലാം എന്നെ വിളിക്കാനായി ഞാൻ തന്നെ ഒരു പേര് അവർക്ക് നൽകിയിരുന്നു. അതെ, ഞാനാണ് അഗ്നിവേശൻ. കേട്ടിരുന്ന എല്ലാവരും ഞെട്ടി. എന്നാൽ അതിനുശേഷം രഘുനാഥ് ഒന്നും മിണ്ടിയില്ല. അയാൾ മരണമടഞ്ഞിരിക്കുന്നു.